ഉഷാദ് അലിയാണ് വ്യക്തമായ മേൽക്കൈ നേടുന്നത്. തിരുവനന്തപുരത്ത് 3 റൗണ്ട് പിന്നിടുമ്പോൾ CP ജോൺ 1837 വോട്ടിന്റെ ലീഡ്. അവിടെ കുറെ നേരമായി CP ജോൺ ലീഡ് ചെയ്യുകയാണ്. ആദ്യം മുതൽ CP ജോൺ പിടിക്കും എന്നതിന്റെ സൂചനകൾ തന്നെയാണ് അവിടെ നിന്ന് 4 റൗണ്ട് അവിടെ എണ്ണി തീർന്നിരിക്കുന്നു. 4795 വോട്ടിന് ഗുരുവായൂരിൽ NK അക്ബറിന് നേരിയ ഭൂരിപക്ഷം മാത്രമാണ്, കേവലം 230 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. പക്ഷേ ഒല്ലൂരിൽ കെ രാജൻ CPIയുടെ അഭിമാനം കാത്തു സംരക്ഷിക്കുന്നു. 5800 വോട്ട്. നാട്ടകം സുരേഷിന്റെ ഭൂരിപക്ഷം 10,000 നാട്ടകം സുരേഷിന്റെ ഭൂരിപക്ഷം 10,000 വിജയം ഉറപ്പിച്ചു നാട്ടകം സുരേഷ്. അവിടെ മന്ത്രി പരാജയപ്പെടുന്നു. നാട്ടകം സുരേഷിന്റെ ഭൂരിപക്ഷം 10,000 വലിയ തോതിൽ അവിടെ പരാജയപ്പെടുന്നു. ശോഭാ സുരേന്ദ്രൻ വീണ്ടും മുന്നിൽ, 737 വോട്ടുകൾക്ക് ശോഭാ സുരേന്ദ്രൻ മുന്നിൽ. വീണ്ടും ശോഭാ സുരേന്ദ്രൻ മുന്നിൽ. പാലക്കാട് സിദ്ദിഖിന്റെ ഭൂരിപക്ഷം 10,000 കടന്നു. ടി സിദ്ദിഖ് 10,000 കടന്നു. PK നവാസ് 6300 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. PK നവാസ് 6300 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഇപ്പോ CK രവീന്ദ്രനാഥ് മണലൂരിൽ മുന്നിലാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല 5000-ന് മുകളിലായി. ധർമ്മടത്ത് VP അബ്ദുൾ റഷീദ് ഇപ്പോഴും പിണറായി വിജയനെ പിന്നിലാക്കിയിരിക്കുന്നു. 2000-ലധികം വോട്ടിന്റെ മേൽക്കൈയോട് കൂടിയാണ്. അതേസമയം ശോഭാ സുരേന്ദ്രൻ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. 737 സതീശൻ പിന്നിലാണ്. പിന്നിലെല്ലാം മുന്നിൽ എത്തിയിരിക്കുകയാണ്. 995 വോട്ടുകൾക്ക് മുന്നിൽ ടൈസൺ മാഷെ പിന്നിലാക്കിയിരിക്കുന്നു. രാജൻ പല്ലൻ 4800. അങ്ങനെ തൃശ്ശൂർ രാജൻ പല്ലനിലൂടെ തിരിച്ചു പിടിക്കുന്നു. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല 2597 വോട്ടുകൾക്കാണ് ഇപ്പോൾ പത്തനാപുരത്ത് മുന്നിൽ നിൽക്കുന്നത്. ഇടുക്കിയിൽ റോയ് കെ പൗലോസ് വിജയം ഉറപ്പിക്കുന്നു. 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷ മേൽക്കൈയിലേക്കാണ് പോകുന്നത്. ബത്തേരിയിൽ IC ബാലകൃഷ്ണനും വിജയം ഉറപ്പിക്കുകയാണ്. 4000-ലധികം വോട്ടിന്റെ മേൽക്കൈ. മൂന്നാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ 995 വോട്ടിന് VD സതീശൻ ലീഡ് എടുത്തിരിക്കുന്നു. കേരള കോൺഗ്രസുകള് മുഴുവൻ തകർന്നടിഞ്ഞല്ലേ? കേരള കോൺഗ്രസ് പാണി വിഭാഗത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ജില്ലകളിൽ 0 ഇപ്പോൾ LDF. മലപ്പുറത്ത് 0 LDF. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ 0. അതുപോലെ തന്നെ ഇടുക്കിയിലും 0. വയനാട് പക്ഷേ ORKയോട് ലീഡ് ചെയ്യുന്നുണ്ട്. ഇടുക്കിയിൽ 5-0 എന്നുള്ളതാണ്. എറണാകുളത്ത് 14-0, മലപ്പുറത്ത് 16-0. P രാജീവ് ഇപ്പോഴും 2000 വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കുന്നു എന്നതാണ്. മറ്റൊരു മന്ത്രി കൂടി വലിയ തോൽവിയിലേക്കാണ് പോകുന്നത് എന്നതാണ്. ഒരുപക്ഷെ എറണാകുളം ജില്ലയിൽ LDFന് പ്രതീക്ഷിക്കാവുന്ന ഏക സീറ്റായി കളമശ്ശേരി മാറുകയാണ്. കൊച്ചിയും പക്ഷേ UDF വലിയ ലീഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചവറയിൽ ഷിബു ബേബിജോൺ 6800 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ചവറയിലും ഇരയുപുരത്തും RSP ലീഡ് ചെയ്യുന്നു. ആലുവയിൽ അൻവർ സാദത്ത് 1591 വോട്ടുകൾക്ക് അൻവർ സാദത്ത് ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. തിരുവല്ലയിലെ അനൂപ് ആന്റണിയുടെ മേൽക്കൈ തന്നെയാണ് ഇപ്പോഴും വീണ്ടും BJPയെ സംബന്ധിച്ചിടത്തോളം. BJPയുടെ യുവ നേതാവ് അനൂപ് ആന്റണി, നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നേരിട്ട് അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ച അനൂപ് ആന്റണി ഇപ്പോഴും ലീഡ് ചെയ്യുന്നു. അത് കേവലം 31 വോട്ടുകൾക്കെങ്കിൽ പോലും. വട്ടിയൂർക്കാവിൽ മുരളീധരൻ ലീഡ് പിടിക്കുന്നു. 52 വോട്ടിന് വട്ടിയൂർക്കാവിൽ മുരളീധരൻ ലീഡ് ചെയ്യുന്നു. അരുവിക്കരയിൽ LDF തിരിച്ചു പിടിച്ചു. അനൂപ് ആന്റണി തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ ലീഡ് 2824. തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ ലീഡ് 2824. തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ ലീഡ് 2824. NDA സ്ഥാനാർത്ഥി 31-ൽ നിന്നാണ് 2000-ലേക്ക് അനൂപ് ആന്റണി വോട്ട് ഉയർത്തുന്നത്, ലീഡ് ഉയർത്തുന്നത്. അതേസമയം VN വാസവൻ 9000-ലധികം വോട്ടുകൾക്കാണ് ഇപ്പോഴും പിന്നിൽ നിൽക്കുന്നത്. CPMന്റെ സ്ട്രോങ് ഹോൾഡായ മട്ടന്നൂരിൽ VK സനോജിന്റെ ലീഡ് വെറും 554. മട്ടന്നൂരിൽ ലീഡ് എത്ര? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2000 വോട്ടിൽ പിന്നിൽ നിൽക്കുമ്പോഴാണ് മട്ടന്നൂരിൽ വെറും 500 വോട്ടുകളുടെ ഭൂരിപക്ഷം. മട്ടന്നൂരിൽ വെറും 500 വോട്ടുകൾക്ക് മാത്രം ഇപ്പോൾ ലീഡ് ചെയ്യുന്നു VK സനോജ്. മട്ടന്നൂരിൽ നേരത്തെ വന്നതാണ് 2074 വോട്ടിന് അവിടെ ഗോവിന്ദൻ മുന്നിലാണ്. മട്ടന്നൂരിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്നത് കാത്തിരുന്ന് കാരണം. അവിടെ പിന്നിലാണ് അവിടെ മന്ത്രി വാസവൻ 9483 വോട്ടിനാണ് പിന്നിൽ. അരുവിക്കരയിൽ G. സ്റ്റീഫൻ 218, കേവലം 218. P. പ്രസാദ് ലീഡ് തിരിച്ചു പിടിച്ചു. മന്ത്രി P. പ്രസാദ് ചേർത്തലയിൽ മുന്നിട്ട് നിൽക്കുകയാണ്. 1286 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. ഇപ്പോൾ AP അനിൽകുമാർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. 10 വർഷക്കാലത്തെ ഈ ഭരണം അവസാനിക്കുന്ന UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സുദിനമാണ്. ആ സുദിനം ഇന്ന് കേരളം മുഴുവൻ ആഘോഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
കേരളം ആഘോഷിച്ചു തുടങ്ങി, UDF ആഘോഷിച്ചു തുടങ്ങി. അനിൽകുമാറിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. കേരളം ആഘോഷിക്കും, UDF ആഘോഷിക്കും. പല തലകളും ഉരുളുന്നു. വടകരയിൽ KK രമ 4795 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലാണ്. KK രമയും ഇത്തവണ വിജയം ഉറപ്പിക്കുകയാണ്. തരൂരിൽ PP സുമോദാണ് 3545 വോട്ടുകൾക്ക് ഇടത് സ്ഥാനാർത്ഥി. സുമോദ് ഒരിക്കൽ കൂടി വിജയത്തിലേക്കാണ്. പയ്യന്നൂരിൽ മധുസൂദനന്റെ മുന്നേറ്റം തന്നെയാണ്. വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ മുതലുള്ള ആ മുന്നേറ്റം 5740ലേക്ക് എത്തിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.